നമസ്കാരം. നമസ്കാരം. അതായത് ഇന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അവിടെ ചർച്ചകൾ ഉണ്ടാകുമോ? തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ? താങ്കൾ കോട്ടയംകാരനാണല്ലോ. കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ആദ്യം അവർ പ്രതീക്ഷിക്കുന്നത് ഇത് എത്ര LDFും UDFും എന്തുമാത്രം ഗൗരവത്തോടെ കാണുന്നുണ്ട്, ഏതൊക്കെ നേതാക്കന്മാരാണ് അവരുടെ പറയാൻ നടക്കുന്നത്. ഇതറിയാൻ ആദ്യത്തെ ഒരു ബാർഗനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മാർക്കറ്റ് കൈമാണി പണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞത് തന്നെ സുന്ദരിയായ ഒരു സ്ത്രീയെ തിരുനക്കര മൈതാനത്ത് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. ആരുടെ കണ്ണേറിലാണ് വീഴുന്നതെന്ന് അറിയത്തില്ല. അതാണ് ഇന്നത്തെ കേരള കോൺഗ്രസിൻ്റെ സ്ഥിതി. ആരാണോ കൂടുതൽ ഭംഗിയായിട്ട് കണ്ണറിയാൻ സ്വർണ്ണമാലയൊക്കെ ഇട്ട് വരികയാണ് അവൻ്റെ കൂടെ പോകാൻ റെഡിയായിട്ട് നിൽക്കുക. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു അതായത് രാഷ്ട്രീയത്തിലെ ആ ഒരു തത്വമോ അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ അവർ സദാചാര മൂല്യമോ ഒന്നുമില്ല. ആരാണോ കച്ചവടം കൂടുതൽ തരുന്നത്, ആരാണോ കൂടുതൽ ലാഭം തരുന്നത് അവരെ കൂടെ ഞങ്ങൾ പോകും എന്നുള്ളതാണ് ഇപ്പം കേരള കോൺഗ്രസിൽ ചർച്ച നടക്കുന്നത്, മാണി ഗ്രൂപ്പിൽ ചർച്ച നടക്കുന്നത് എന്ന് വേണം. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ജോസ് കെ മാണിയുടെ പത്രസമ്മേളനം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഉള്ളിടത്തേ ഭരണമുള്ളൂ. അതെ, ആ പറഞ്ഞതിൽ നിന്നുണ്ട് ഞങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ ഭരണമുണ്ടെന്നാണ്. അതൊരു വലിയ ബാർഗനിങ്ങാണ്. കാരണം ഉറങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ മൂലക്കിടന്നിരുന്ന അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് ആണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാവുന്നത്. ലോക്സഭാ ഇലക്ഷനിൽ അത് തന്നെയാണ്. മാത്രമല്ല ലാസ്റ്റ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്ന് 37,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സഹായമില്ലാതെയാണ് ഇത്തവണ കിട്ടുന്നത്. പക്ഷേ മാണിക്ക് പറയാനുള്ള മറുപടി, സൗന്ദര്യമുള്ള സ്ത്രീയെ മോഹിച്ച് ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് വ്യഭിചാരിയാണ് അവരെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഡൈവോഴ്സ് ചെയ്യും. അങ്ങനെ ഡിവോഴ്സ് ചെയ്യപ്പെട്ടു പോയ സാധനങ്ങൾ അവിടെ എല്ലാ മുന്നണിയിൽ നിന്ന് മാറി മാറി പോയിട്ടുള്ളവരാണ്. അല്ല, ഈ അത്തരം ആളുകൾക്ക് സിഫിലിസ് പോലുള്ള രോഗങ്ങളും സുന്ദരി ആയതുകൊണ്ട് കാര്യമില്ല, അടുത്ത് പോയാൽ ഭയങ്കര അതോടുകൂടെ തകരും. അത് ആ സ്ഥിതിയിലാണ് ഇപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അതിനെ തലവിളിക്കാൻ ആൾ വരുമ്പോഴാണ് കുറേ മാധ്യമപ്രവർത്തകരുണ്ട്. അല്ല, ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അവർ എന്ത് തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതല്ല. കോട്ടയത്ത് ഇപ്പോഴുള്ള ട്രെൻഡ് LDFിൻ്റെ കൂടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോയതോടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കംപ്ലീറ്റ് കോൺഗ്രസിലേക്ക് പോയി എന്ന് വേണം നമ്മൾ നിഗമനിക്കാൻ. സാറേ, അടുത്ത കഴിഞ്ഞ ദിവസം ആൾ പറഞ്ഞത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ആത്യന്തികമായി വേണ്ട പൊസിഷൻ വേണം. അത് MLA MP അതിന് വളരെ സേഫായിട്ട് ജോസ് കെ മാണി രാജ്യസഭാ സീറ്റ് മേടിച്ചു. എന്തെല്ലാം സംഭവിച്ചാലും അതിന് കുഴപ്പം വരില്ല. പിന്നെ രണ്ടാമത്തത് അവർ ഭരണത്തിൽ കയറിയിട്ട് പൈസ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആ പൈസ ഉണ്ടാക്കാനുള്ള സൗകര്യം മുന്നണി ഏതെങ്കിലും ചെയ്തു കൊടുത്താൽ പോരെ. അവർക്ക് ആവശ്യമുള്ള പൈസ ഉണ്ടാക്കാനുള്ള സംവിധാനം ഇപ്പോൾ അടുത്ത വർഷം മുന്നേ ചെയ്യാവുന്നുണ്ട്. പിന്നെ അവർ മാറുന്നതിനാണ്. സത്യത്തിൽ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കോൺഗ്രസ് UDFിലേക്ക് കൂടെ വന്നാൽ നഷ്ടം ഉണ്ടാകുമെന്ന് UDFിനായിരിക്കും ഞാൻ കണക്കൂട്ടുന്നത്. അല്ലാതെ അറിയണമെങ്കിൽ UDFും LDF അല്ലെ മാണിയും LDFും തമ്മിലുള്ള ബന്ധം അറിയണമെങ്കിൽ KM ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ KM മാണിയുടെ ബജറ്റിൻ്റെ പുറകിൽ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ബജറ്റിൻ്റെ പുറകിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മാണിയെ ഉപദേശിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്ന ആ ബജറ്റ് അവതരിപ്പിച്ചതിനാണ് ഇവരെ ശിവൻകുട്ടിയൊക്കെ തല്ലിപ്പൊളിക്കാൻ നോക്കിയത്. ആ KM ഇബ്രാഹിം ഇപ്പം ഇന്ന് എവിടെയാണ്? ആരുടെ കൂടെയാണ്? ആർക്ക് വേണ്ടിയിട്ട് തല്ലുകൊണ്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ് അന്ന് തല്ലിയത് ഇവര്? ആ ബോധം മാണിക്കില്ല. പക്ഷെ കോൺഗ്രസ്സുകാർക്കെങ്കിലും വേണം. അല്ല, ആർക്ക് വേണ്ടിയിട്ടാണ് തല്ലിയത്? KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തകർന്നപ്പം അവസാനം അന്നത്തെ ശക്തനാടാരായിരുന്നു അവിടുത്തെ സ്പീക്കർ, അദ്ദേഹത്തെ തടയാൻ വേണ്ടി ഡയസ് കയറി ട്രിപ്പീസ് കളിച്ച ആളാണ് ആര്? ശിവൻകുട്ടി. എല്ലാം അടിച്ച് തകർത്ത് എല്ലാവരും കൂടെ അവസാനം ഒരു ഒറ്റ വിളിച്ചു പറഞ്ഞു, ശരി അവതരിപ്പിച്ചു. ഒറ്റ വാക്കിൽ ആ ബജറ്റ് അവതരിപ്പിച്ച ആളാണ് KM മാണി. KM മാണിയെ ഇത്രയും നികൃഷ്ടനായി കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഈ CPMന് എങ്ങനെയാണ് KM മാണി ഗ്രൂപ്പിനെ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടിയെന്ന് അറിയില്ല. ആ ചോദ്യം മറിച്ചും ബാധകല്ലേ? അത്രയും എതിർത്ത തിരിച്ചിട്ട് കുറച്ചെങ്കിലും ഒളിപ്പിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിൽ സദാചാരത ഉണ്ടായിരുന്നെങ്കിൽ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇവരെ CPMൻ്റെ കൂടെ പോകുമോ? ഇപ്പം പോയതിൻ്റെ റിസൾട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായ കാര്യം, ഇദ്ദേഹം ജോസ് കെ മാണി ഇതിനിടയിൽ BJPയിൽ ഒരു മന്ത്രിയാവാൻ ശ്രമിച്ചിരുന്നു. അതിന് KM മാണി നിൽക്കാത്തത് കൊണ്ടാണ് മോനും അച്ഛനും തമ്മിൽ അടിയുണ്ടായത്. അച്ഛനെ കയറി തല്ലിയെന്നൊക്കെ പറഞ്ഞ് PC ജോർജ് പറഞ്ഞിരുന്നു. മാത്രമല്ല ചായ പോലും കൊടുക്കാതെ, ഒരു വെള്ളം പോലും കൊടുക്കാത്ത അവസ്ഥയിൽ കരഞ്ഞിട്ട് PC ജോർജ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയെന്നാണ് PC ജോർജ് പറഞ്ഞത്. അപ്പോൾ അത്രയും ഒരു നികൃഷ്ടനായ ഒരു വ്യക്തിയാണ് ജോസ് കെ മാണിയും ഭാര്യയും എന്നാണ് PC ജോർജ് പറഞ്ഞത്. നേരിട്ട് അനുഭവത്തിലാണേ പറഞ്ഞത്. ഇപ്രാവശ്യം തന്നെ ഇത് സാർ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞാൽ ഇപ്രാവശ്യം തന്നെ ജോസ് കെ മാണിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവിടെ പാലായി നിർത്തിയാക്കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ഘടകങ്ങൾ പഴയ പോലെ ജോസ് കെ മാണി മാത്രം പറയുന്നത് പോവുകയല്ലേ എന്ന്. ഇന്നിപ്പോൾ സംഭവിക്കാൻ പോകുന്ന തീരുമാനം, ജോസ് കെ മാണിയോ 2 or 3 പേര് ചേർന്നൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തും.
വിലപേശാനുള്ള കമ്മിറ്റിയിൽ നിന്ന് കൂട്ടിയാൽ മതി രണ്ട് മുന്നോടും. എന്നിട്ട് ഇവർ പാർട്ടിക്ക് വേണ്ടി ഇവർ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കും എന്ന് പറഞ്ഞു. അതിനകത്ത് ചിലപ്പോൾ ജോസ് കെ മാണി കാണാം, റോഷി അഗസ്റ്റിൻ കാണാം, അല്ലെങ്കിൽ ജയരാജ് കാണാം, അല്ലെങ്കിൽ വേറെ 1-2 പേര് ഉൾപ്പെട്ട 4-5 പേരുള്ള കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ട് അവർ വഴിയായിരിക്കും നടത്താൻ പോകുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ, തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ പത്തനംതിട്ടയിലും അതേപോലെ ഇടുക്കിയിലും കോട്ടയം ജില്ലയിലും കംപ്ലീറ്റ് UDF തരംഗമാണ്. അത് കഴിഞ്ഞ പിന്നെ ഇവിടെ ഇല്ലേ എന്താണ് പുതുപ്പള്ളി ഇലക്ഷനിൽ തുടങ്ങിയതാണ്. അന്ന് തുടങ്ങി പോരാൻ തുടങ്ങി, തൃക്കാക്കര എല്ലാം വന്നു. ഇപ്പോൾ കംപ്ലീറ്റ് അടിച്ചു വാരി പോയിരിക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ശക്തി ഇല്ലാതായിരിക്കുന്നു. അത് എങ്ങനെ ഉണ്ടായത് UDFന്? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോടുള്ള അല്ലെ ജോസ് കെ മാണിയോടുള്ള വെറുപ്പും കൊണ്ട് കൂടിയാണ്. പിണറായി വിജയനോടുള്ള വെറുപ്പും കൊണ്ടായാലും മാത്രമല്ല. അല്ല, വേറെ ജോസ് കെ മാണിയും കൂട്ടരും അല്ലെ കേരള കോൺഗ്രസ്സുകാരും മനസ്സിലാക്കാത്തൊരു കാര്യം, ഒരു 10 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 5 വർഷം മുമ്പുള്ള കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് സ്ട്രക്ചറോ സപ്പോർട്ട് ബേസോ അല്ല കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വന്നു. ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ഒരു പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ നേതാക്കന്മാർ വിചാരിച്ചപ്പോൾ നടക്കില്ല. പിന്നെ ഏതെങ്കിലും ഒരു നേതാവിനെ ചാക്കിട്ട് പിടിച്ചുകൂടെ കാര്യം നടക്കില്ല. പണ്ട് ഏതെങ്കിലും ഒരു നേതാവിനെ ആൽ ബിഷപ്പോ അല്ലെങ്കിൽ NSS SNDP വെള്ളാപ്പള്ളിയോ പറയുമ്പോൾ ഒരു നേതാവ് അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കാമായിരുന്നു ഒരു കാലത്ത് കോൺഗ്രസ്സിൽ. ഇന്ന് അതല്ല സ്ഥിതി. കോൺഗ്രസ്സിലാരെ നേതാവെന്ന് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യും. അപ്പോൾ ആ സ്ഥിതിയിൽ കരുത്താർജിച്ച കോൺഗ്രസിനാണ് ഇന്ന് കേരള കോൺഗ്രസ് നേരിടുന്നത്. അതാണ് ഇന്ന് കേരള കോൺഗ്രസ്സുകാരും ഈ മാണിയും ജേക്കബും ഒക്കെ ജോസഫും ഒക്കെ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടാണ്. കരുത്തുള്ള കോൺഗ്രസ് കുഞ്ഞാലിക്കുട്ടിയെ നിയന്ത്രിക്കാനാണ് നോക്കുന്നത്. അത്രയും കരുത്ത് വേണ്ട എന്ന് കുഞ്ഞാലിക്കുട്ടി ഉള്ളിലുണ്ട്. അല്ല, നമ്മളത് സത്യമാണ്. കാരണം VD സതീശൻ്റെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വിജയം, ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയുള്ള വിജയം തന്നെ കണ്ടാറ് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് സാധാരണ ജനങ്ങൾ പോലും അംഗീകരിക്കുന്നു. അദ്ദേഹമാണ് ഈ 5 ഉപതെരഞ്ഞെടുപ്പിനും നേതൃത്വം കൊടുത്തത്. ഈ അവസാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാകട്ടെ അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെയാണ് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. നിസ്സാര കാര്യത്തിന് കൈവിട്ടു പോയതാ. കോഴിക്കോട് കോർപ്പറേഷൻ കിട്ടും 7 സീറ്റും കൂടെ പിടിക്കാൻ പറ്റും. അല്ല, അത് രമേശ് ചെന്നിത്തല അവിടെ നിൽക്കാൻ സമയം കിട്ടില്ല. ആ സമയത്ത് രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ പോയപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ഒക്കെ തോറ്റു തിരുവമ്പാടിയിൽ അങ്ങോട്ട് പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുത്തക സീറ്റുകൾ, അവിടെ ലോക്സഭയിലുണ്ടായിരുന്ന വലിയ മുന്നേറ്റം നിയമസഭയിൽ വന്നപ്പോൾ ഒക്കെ ഇല്ലാതാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത്. രമേശ് കോൺഗ്രസിനെ സ്നേഹിക്കുന്നത് വേറൊരു പ്രശ്നം. പക്ഷേ രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്ന പ്രവർത്തന ശൈലി കുറേ സമുദായ നേതാക്കന്മാരെയും ബിഷപ്പുമാരെയും NS സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സമുദായങ്ങളിലെ എല്ലാം കൂട്ടിപ്പിടിച്ച് പോയി ജയിക്കാനുള്ള ഒരു വിന്നിങ് കോമ്പിനേഷൻ ആവുന്നുള്ള ശ്രമമാണ്. എനിക്ക് രമേശ് ചെന്നിത്തലയോട് ഭയങ്കര അടുപ്പുണ്ടായിരുന്നു മനസ്സുകൊണ്ട്. പക്ഷേ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടം NSSൻ്റെ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റെന്ന് ഇങ്ങനെ ആയപ്പോഴും രമേശ് ചെന്നിത്തല മൈൻഡ് ചെയ്യാതെ പോകുന്ന രംഗം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത്ര വെറുക്കപ്പെടേണ്ട ആളൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടം. ഈ രമേശ് ചെന്നിത്തല മുമ്പ് ശോഭന ജോർജുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ തലയിൽ ഉടുമുണ്ടിട്ട് ഓടിയ ഒരു ചരിത്രം കൂടി ഉണ്ട് എന്ന് ഓർക്കരുത്. ചെറുപ്പകാലത്ത് എല്ലാവരും തെറ്റുകളൊക്കെ ചെയ്തിട്ടാണ്. അല്ല, അത് ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തുള്ള കാര്യം. എനിക്കെതിരെ കേസൊന്നും ഫയൽ ചെയ്തിട്ടില്ല അന്ന്. ഞാനുള്ള കാര്യം പറയുന്നതാണ്. കാരണം എനിക്ക് രമേശ് ചെന്നിത്തലയുടെ 2016 മുതൽ 2021 വരെയുള്ള നിയമസഭയിൽ അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തോട് കാണിച്ച അതുണ്ടല്ലോ ചെറ്റത്തരം എന്ന് മാത്രമേ പറയാവുള്ളൂ. പിണറായി വിജയന്റെ ഏട്ടനായി മാറരുത് രമേശ് ചെന്നിത്തല. അല്ല, 500 കോടിയുടെ ശബരിമല തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് രമേശ്. അല്ല, നമ്മൾ അതിലേക്ക് പോകണ്ട. അപ്പൊ എന്തായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന തീരുമാനം വില പേശാൻ വേണ്ടി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റീനെ വെക്കും. എന്നിട്ട് 2 മുന്നണിയും ചർച്ച ചെയ്യാൻ വെക്കും. എന്നിട്ട് ആരാണോ കൂടുതൽ കച്ചവടം തരുന്നത്, കൂടുതൽ ലാഭം തരുന്നത്, മന്ത്രിമാർ തരുന്നത്, സ്ഥാനങ്ങൾ തരുന്നത്, അവരെ കൂടെ പോകും. ഇതാണ് ഇവരെ തന്ത്രം. സമ്മപ്പ് ചെയ്താൽ തിരുനക്കര മൈതാനത്തിൽ സുന്ദരിയെ മേടിക്കാൻ ആരുണ്ട് എന്നുള്ള ബലവശലായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷെ സുന്ദരിക്ക് ഇത്തരം രോഗങ്ങളുണ്ട് എന്നുള്ള കാര്യം, ഗുഹ്യ രോഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ലോകത്തിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് ആരും പോവാതിരിക്കുന്നതാണ് നല്ലത്. നന്ദി, നമസ്കാരം.